ഹായ് ഓൾ, ഇന്ന് നമുക്ക് ഉള്ളി വെച്ചിട്ട് അത് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് നോക്കിയാലോ. ഇതിൻ്റെ ഔട്ട് സൈഡ് നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചിയാണ്, ഇൻസൈഡ് സോഫ്റ്റ് ആണ്. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ ഈ ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഓണിയൻ റിങ്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതിലിപ്പോൾ ഉള്ളീനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണേ. ഈ ഒരു കനത്തിൽ ഓവറായിട്ട് കനം കൂടിയും പോരുത്, കനം കുറഞ്ഞും പോരുത്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ടേ. ഇതിലേക്ക് ഒരു ബാറ്റർ വേണം. നമുക്ക് ആദ്യം അത് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു ബൗളിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഒരു വിസ്കോ സ്പൂണോ കൊണ്ട് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പും പൊടികളൊക്കെ എല്ലായിടത്തും ഒരുപോലെ എത്തും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആവശ്യം പോലെ ഇതിലോട്ടേക്ക് ചേർക്കണേ. എന്നിട്ട് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണേ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. ബജ്ജി പോലെ അധികം ടൈറ്റായിട്ടുള്ള മാവ് വേണ്ട കേട്ടോ. ഇനി നമുക്ക് ഓണിയൻ റിങ്സ് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഈ ഉള്ളിയുടെ മേലെ കുറച്ച് മൈദ ഇങ്ങനെ തൂക്കിക്കൊടുക്കുക. ആ ഉള്ളീൻ്റെ ഉള്ളിലുള്ള ആ വഴുവഴുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് എല്ലായിടത്തും മൈദ ആക്കി കൊടുക്കാം. ഇങ്ങനെ മൈദ തൂവിയാലാണ് കേട്ടോ ബാറ്റർ അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങി പോരും. ഇനി ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ് ഇത്. ഇനി ഇതിലോട്ടേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. കോട്ടിങ് കുറച്ച് സ്പൈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓണിയനെ കോട്ട് ചെയ്യുക. അതിനായിട്ട് ഒരു റൗണ്ട് ഓണിയൻ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബാറ്ററിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലപോലെ കോട്ട് ചെയ്യുക. തിരിച്ചും മറിച്ചെല്ലാം ഇട്ടിട്ട് കോട്ട് ചെയ്യണേ. ഇതുപോലെയാണ് വേണ്ടത്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് പറ്റുമെങ്കിൽ ഫോർക്ക് കൊണ്ട് തന്നെ ചെയ്തോട്ടോ. ഇത് കൈ കൊണ്ട് ചെയ്യുമ്പോൾ നല്ലപോലെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് യൂസ് ചെയ്തത്. നമ്മളെടുത്ത ഉള്ളിയൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുത്ത് വെച്ചിട്ട് ഫ്രീസ് ചെയ്യാം. എന്നിട്ട് ഒരു 2 വീക്സ് വരെയൊക്കെ ഇത് കീപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത റിങ്സ് ഓരോന്നായിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ വെക്കണേ. കാരണം ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു ഉള്ളി വെന്തും കിട്ടില്ല. അതുകൊണ്ടാണ്. ഇത് ഒരു സൈഡ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറായിരിക്കും, അതുകൊണ്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി 2 സൈഡ് ഒരുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കാം. എന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റാം. ഇതിപ്പോൾ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറാക്കി. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റാം. അപ്പം നമ്മുടെ നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഓണിയൻ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടു ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.